സുഹൃത്തുക്കളെ, ഇന്ന് ഹിന്ദി പരമ്പരയിൽ 3-ാം സ്ഥാനക്കാരനായ ദേവാനന്ദിനെ കുറിച്ച്, അതായത് ദിലീപ് കുമാർ, രാജ് കപൂർ, ദേവാനന്ദ്, അന്ന് ത്രിമൂർത്തികളാണ് അക്കാലത്ത്. 40കളിൽ 50കളിലും 60കളിലെല്ലാം ഇവർ ത്രിമൂർത്തികളായിട്ട് അന്ന് 3 നടന്മാർ എന്ന് വെച്ചാൽ രാജ് കപൂർ, ദിലീപ് കുമാർ, ദേവാനന്ദ്. പക്ഷേ ദേവാനന്ദിനാണ് ഫാൻസ് കൂടുതലുള്ളത്. അഭിനയത്തിൽ ദിലീപ് കുമാറാണ് മുന്നിൽ. രാജ് കപൂർ അന്നത്തെ കാലത്ത് ഫേമസ് ആണ്, പക്ഷേ ഓഡിയൻസ് കൂടുതൽ ഉള്ളത് ദേവാനന്ദിനാണ്. ദേവാനന്ദിന് പ്രത്യേക ഒരു സ്റ്റൈലിഷ് അഭിനയമാണ്. അത് ഇന്നും നമ്മളിപ്പോൾ ദേവാനന്ദിനെ കുറിച്ചും ദിലീപ് കുമാറിനെ കുറിച്ചും രാജ് കപൂറിനെ കുറിച്ചെല്ലാം ഒരു വീഡിയോ ചെയ്യുമ്പോൾ കമൻറ്റ് ബോക്സ് നോക്കിയാൽ മതി. തായാലും ദേവാനന്ദിനായിരിക്കും കുറേ ആൾക്കാർ നല്ലത് പറയുന്നത്. അഭിനയം മാത്രം ഉള്ളത് കൊണ്ട് ഒരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ദിലീപ് കുമാർ ഭയങ്കര അഭിനയം എന്ന് വെച്ചാൽ ദിലീപ് കുമാറിന് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. മലയാളത്തിൽ ഇപ്പോൾ നസീർ സാറിനല്ല എല്ലാവർക്കും ഇഷ്ടം. സത്യമാഷ് ഭയങ്കര അഭിനയം എന്ന് പറഞ്ഞിരുന്ന കാര്യം അതുപോലെ. പിന്നെ ഇന്ത്യയിൽ 2 പേര് മാത്രമേ എവർഗ്രീൻ ഹീറോ എന്ന് അറിയപ്പെടുന്നുള്ളൂ. ഒന്ന് നമ്മുടെ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസീർ സാറ്, പിന്നെ ഒന്ന് ദേവാനന്ദ്. ഇവർ ഇന്ത്യയിൽ 2 നിത്യഹരിത നായകന്മാരേ ഉള്ളൂ. പിന്നെ ദേവാനന്ദിനെ കുറിച്ച് പറയാൻ, ദേവാനന്ദ് സാധാരണ നടന്മാരുടെ അഭിനയമല്ല, അത് പ്രത്യേക ഒരു സ്റ്റൈലുള്ള ഒരു അഭിനയം. പാട്ട് സീനിലായാലും പാട്ട് സീൻ ഇത്രയും നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന നടൻ ഇന്ത്യയിലില്ല. ഇന്ത്യ സിനിമയിലില്ല. മൊത്തത്തിൽ ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് പാട്ട് സീൻ അഭിനയിക്കുന്ന നസീർ സാറാണ്. അത് നമ്മുടെ ജയേന്ദ്രൻ ചേട്ടൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ദേവാനന്ദിനെ കുറിച്ചിട്ട്. ദേവാനന്ദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന നടനാണ് ദേവാനന്ദ്. അപ്പോൾ അവതാരം ചോദിച്ചപ്പോൾ നസീർ സാറും ജയേന്ദ്രൻ ചേട്ടൻ പറഞ്ഞ്, ഞാൻ ഇന്ത്യയിലെ കാര്യമാണ് പറഞ്ഞത്, ഒരു പാട്ട് മൊത്തത്തിൽ പറയുക നസീർ സാറിനെ പോലെ വേറെ ആരുമില്ല എന്ന് ജയേന്ദ്രൻ ചേട്ടൻ പറഞ്ഞു. നസീർ സാർ കഴിഞ്ഞിട്ടേ ബാക്കി ഏതൊരു നടനും ഇന്ത്യയിലുള്ളൂ ഈ പാട്ട് സീനിൽ അഭിനയിക്കുന്നതിൽ. മറ്റേ സീനിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദിലീപ് കുമാർ ചില സമയം നസീർ സാറിനും കൂടെ അഭിനയിട്ടെന്ന് പറയുന്ന ആൾക്കാരിലുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ പാട്ട് സീനിലും ആക്ഷൻ സീനിലും അഭിനയത്തിലും എല്ലാം നസീർ സാർ കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ വേറെ നടനുള്ളൂ. ഇപ്പോൾ നമുക്ക് ദേവാനന്ദിനെ കുറിച്ചല്ലേ വരുന്നത്. അപ്പോൾ ദേവാനന്ദിനെ കുറിച്ച് പറയും. ദേവാനന്ദിൻ്റെ ഫേമസ് പാടാന്ന് ഒന്ന് ഗൈഡ്, പിന്നെ ഒന്ന് അന്നത്തെ കാലത്ത് തന്നെ ഈ അംദോനൊന്നും ഒരു ഡബിൾ റോൾ അഭിനയിച്ചത് ദേവാനന്ദ് ഡബിൾ റോളാണ്. मैं जिंदगी का साथ निभाता चला गया നല്ല പാട്ടയിലാണ്. പിന്നെ കബി കുദു പേ കബി ആലസ്, അതെല്ലാം ദേവാനന്ദ് പാടുന്നത്. പിന്നെ തേരെ മേരെ സപ്നെ അബ് ഏക് രംഗ്, അധികം വൈദ റഹ്മാനായിരിക്കും ദേവാനന്ദിൻ്റെ നായിക. പിന്നെ ദേവാനന്ദിൻ്റെ ഒരു ഫേമസ് പാട്ടാണ് ഏതിൽ ना होते बेचारा कसम ना होते